തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം 11 മണിക്ക് ചേരും. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സമസ്ത വിഷയവും യോഗത്തിൽ ചർച്ചയാകും. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.എം.എ. സലാം ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, ആരൊക്കെ പങ്കെടുക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ ചർച്ചയാവുക? ഇന്ന് പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേരുന്ന ആദ്യ യോഗമാണ്. ആദ്യഘട്ടത്തിൽ പ്രാഥമിക വിലയിരുത്തലും ഉണ്ടായെങ്കിൽ പോലും ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കുകൾ ശേഖരിച്ച് അത് പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് കൈമാറി. ആ പഞ്ചായത്ത് കമ്മിറ്റികൾ റിപ്പോർട്ട് മണ്ഡലം കമ്മിറ്റികൾക്കും കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ പൊന്നാനിയും മലപ്പുറം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു യോഗം ഇന്ന് മലപ്പുറം മുസ്ലിം ലീഗിന്റെ ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ലീഗ് ഹൗസിൽ വെച്ച് ചേരുന്നത്. ഇതിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കും. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത ലീഗ് തർക്കമൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ സജീവ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസുമായുള്ള വിഷയങ്ങൾ, 3ാം ലോക്സഭാ സീറ്റ് അടക്കമുള്ള പല വിഷയങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി തന്നെ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലേക്ക് പോകുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യാനാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാന അജണ്ട എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ്. ബൂത്ത് അടിസ്ഥാനത്തിൽ നിന്ന് കണക്കുകളടക്കം ശേഖരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിലയിരുത്താനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. ആ വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള കാര്യങ്ങളും മുസ്ലിം ലീഗ് പരിശോധിക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് ആ കാര്യങ്ങൾ കൂടി പരിഗണിക്കുക. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉള്ളത്. വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ ശക്തമായ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമെന്നാണ് ലീഗ് കണക്കൂട്ടുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി ലഭ്യമാകുന്നതോടെ മലപ്പുറത്തെയും പൊന്നാനിയിലെയും മുസ്ലിം ലീഗിന്റെ ഒരു ആത്മവിശ്വാസത്തിന് കാരണമാകുന്ന ചിത്രം എന്താണ് എന്ന് വ്യക്തമാകും. അത് വ്യക്തമാവുകയാണ്. അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുന്നത്.